ബൈബിളിൽ ജോബിന്റെ ഒരു കഥയുണ്ട്. ദൈവത്തിന്റെ വിശ്വസ്തനായിരുന്ന ജോബ് സമ്പത്തിലും സന്താനങ്ങളിലും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു. സാത്താൻ ജോബിനെ പിന്തുടർന്നു. ഒടുവിൽ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ ദൈവം സാത്താനെ അനുവദിക്കുന്നു. സമ്പത്തും സന്താനങ്ങളും നഷ്ടപ്പെട്ട ജോബിന്റെ ശരീരത്തിൽ വ്രണങ്ങൾ നിറഞ്ഞു. എന്നിട്ടും ജോബ് ദൈവത്തിന് കീഴ്വഴങ്ങി. സ്വന്തം ഭാര്യ പോലും അദ്ദേഹത്തെ പഴിക്കുകയും ദൈവത്തെ ശപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കൂട്ടുകാരായി തീർന്നവർ വരെ നിന്റെ പാപനിമിത്തമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് കുറ്റപ്പെടും. പക്ഷെ ജോബ് ദൈവത്തിനൊപ്പം തന്നെ നിന്നു. തുടർന്ന് ദൈവം ജോബിനൊരു ഉത്തരം നൽകി. പ്രപഞ്ച നേതാവായ ദൈവത്തിന്റെ ലക്ഷ്യങ്ങൾ മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമാണ്. ജോബിന് സകല ഐശ്വര്യവും കർത്താവ് ഇരട്ടിയായി തിരികെ കൊടുത്തു. അവന്റെ ശേഷിച്ച ജീവിതം മുൻപത്തേക്കാൾ ധന്യമായി. മോളെ, പരീക്ഷണ ഘട്ടത്തിൽ കൂടി കടന്നുപോയി ജീവിതത്തിലേക്ക് മടങ്ങി വന്നവനാണ് ജോബ്. അതുപോലെ മോൾക്കും ഇതൊരു പാഠമാക്കാം.